2 മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ? അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് പഠനം അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമം. സിറ്റി ലൈഫിൻ്റെയും വില്ലേജ് ലൈഫിൻ്റെയും കുറച്ച് പ്രത്യേകതകളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം നമുക്ക് കൂടുതലായിട്ട് പഠിച്ചാലോ? 4 കുട്ടികളെ കാണുന്നുണ്ടല്ലേ? അപ്പോൾ ഈ കുട്ടികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കുട്ടി എവിടെ ഇരിക്കുന്നത്? വീൽ ചെയറിലാണല്ലേ? ആ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ കൂടുതലായിട്ടൊന്ന് നോക്കിയാലോ? ഹായ് ഫ്രണ്ട്സ്, അവർ സമ്മർ ഹോളിഡേയ്സ് ആർ എബൌട്ട് ടു എൻഡ്. ബിഫോർ ദാറ്റ്, പീലി ഹാസ് ഇൻവൈറ്റഡ് ഹെർ ക്ലാസ്മേറ്റ് ടു ഹെർ വില്ലേജ്. Peely's 4 friends are getting prepared for the trip to the village. Don't you also like to travel? Shall we also go to Peely's village with them? കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ? അപ്പോൾ പീലിയുടെ 4 കൂട്ടുകാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരുടെ പേരെന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിലേക്ക് ഇവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പീലിയുടെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ചിത്രത്തിൽ ആരെയാണ് കാണിക്കുന്നത്? ഐ ആം നീനു. ഐ മൂവ് അറൗണ്ട് ഓൺ എ വീൽ ചെയർ. മൈ ഹൗസ് ഈസ് അറ്റ് ദ ഗവൺമെൻറ് ഓഫീസർ ക്വാർട്ടേഴ്സ് നിയർ ദ സിറ്റി. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ആൾസോ. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നീനുവിനെ പരിചയപ്പെട്ടില്ലേ? നമ്മൾക്കിനി അടുത്ത സുഹൃത്തിനെ പരിചയപ്പെടാം. മൈ നെയിം ഈസ് അപ്പു. മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി. ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം. മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അപ്പോൾ സ്ലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചേരി എന്നാണല്ലേ. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. അതായത് തുണിമില്ലിലാണ് അപ്പുവിൻ്റെ അമ്മ ജോലി ചെയ്യുന്നത്. അടുത്ത സുഹൃത്ത് ആരാണ്? മൈ നെയിം ഈസ് വിക്കി. ഐ ലീവ് ഇൻ എൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ. മൈ മോംസ് റൺസ് ഹിയർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. എൻ്റെ പേര് വിക്കി. നഗരത്തിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. നമ്മൾ പീലിയുടെ 3 കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ 4ാമത്തെ കൂട്ടുകാരി ആരാണെന്ന് നോക്കാം. ഐ ആം ചമേലി. വി ആർ നേറ്റീവ്സ് ഓഫ് ആസം. മൈ മാം, പാപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ്. വി കം ടു കേരള വെൻ ഐ വാസ് 5 years old. വി ലീവ് ഇൻ എ പ്ലേസ് വേഴ്സ് പീപ്പിൾസ് ഫ്രം സദർ സ്റ്റേറ്റ്സ് ലിവ് ടുഗദർ. ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ പീലിയുടെ ഈ 4 സുഹൃത്തുക്കൾ ആരാണെന്ന് മനസ്സിലായില്ലേ? ആരൊക്കെയാണ്? വിക്കി, അപ്പു, നീനു, ചമേലി. ഇവരൊക്കെയാണല്ലേ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദ 5th person ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. എന്താണ്? കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. അപ്പോൾ ഈ 4 പേര് കൂടാതെ നിങ്ങളും പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ, ജസ്റ്റ് എന്തെങ്കിലും ഒരു ചിത്രം, നിങ്ങളൊരു ചിത്രം ഇവിടെ വരയ്ക്കാനാണ് പറയുന്നത്. ഇനി എന്താ? മൈ നെയിം ഈസ് ഡാഷ് എന്ന് കൊടുത്തിട്ടില്ലേ? അപ്പോൾ നിങ്ങളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി ചേർക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ ചിത്രം ആ ബോക്സിൽ ഒന്ന് വരയ്ക്കുക. ഇനി നമുക്ക് ആ ഫില്ല് ചെയ്യേണ്ട ഭാഗം ഒന്ന് ഫില്ല് ചെയ്താലോ? മൈ നെയിം ഈസ് ലച്ചു. എൻ്റെ പേര് ലച്ചു എന്നാണ്. ഐ ലീവ് ഇൻ എ ഹ്യൂജ് ഹൗസ് ഇൻ ദ സിറ്റി വിത്ത് മൈ ഫാദർ, വിത്ത് മൈ മദർ. അപ്പോൾ ഞാൻ താമസിക്കുന്ന സിറ്റിയിലൊരു വലിയ വീട്ടിലാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. മൈ ഫാദർ ഈസ് എ ബിസിനസ് മാൻ ആൻഡ് മൈ മോം ഈസ് എ ഹൗസ് വൈഫ്. എൻ്റെ അച്ഛനൊരു ബിസിനസ് മാനാണ്, എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്താണോ അവിടെ ചെയ്യാനുള്ളത്, കൂട്ടുകാരെ കുറിച്ചിട്ട് ആ ഒരു ബോക്സിൽ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ കൂട്ടുകാരെ, ഇനി താഴെയുള്ള ആ ഒരു ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഗസ്റ്റ് വർക്കേഴ്സ് ആസ് കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. മോസ്റ്റ് ഓഫ് ദം കംസ് ആസ് ഫാമിലീസ് ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് ആസം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. Their children are being educated in public school in Kerala. Thus, Chameli is also studying in Kerala. Chameli calls her mother and father Ma and Papa respectively. എന്താന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്.
അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് അല്ലേ. മോസ്റ്റ് ഓഫ് ദം കംസ് ആസ് ഫാമിലീസ് ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് അസം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ദെയർ ചിൽഡ്രൻസ് ആർ ബീയിങ് എഡ്യൂക്കേറ്റഡ് ഇൻ പബ്ലിക് സ്കൂൾ ഇൻ കേരള. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ദോസ് ചമേലി ഈസ് ആൾസോ സ്റ്റഡി ഇൻ കേരള. അങ്ങനെ ചമേലിയും കേരളത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. ചമേലി കാൾസ് ഹിയർ മദർ ആൻഡ് ഫാദർ മായ ആൻഡ് പപ്പ റെസ്പെക്റ്റീവ്ലി. മായ എന്നും പാപ്പ എന്നുമാണ് ചമേലിയുടെ അച്ഛനെയും അമ്മയെയും വിളിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്തൊരു ആക്ടിവിറ്റിയാണ്, എന്താ നോക്കിയാലോ. ഹാവ് യു ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സെൽഫ്? Try to create an extended personal profile, personal information by adding your hobbies, leisure time activities, wishes and dreams along with the information you have already mentioned. Your teacher will also help. അതായത് നിങ്ങളിപ്പോൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് എഴുതില്ലേ, അതിനോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചെലവഴിക്കുന്ന രീതികൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലമായ ഒരു വ്യക്തിഗത പ്രൊഫൈല് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ എഴുതാമെന്നുള്ള ചെറിയൊരു മോഡലൊന്ന് നോക്കിയാലോ. Hi, my name is Lakshmi. I am 10 years old. My birthday is on 19th June. There are 3 members in my family. My father is a businessman and my mother is a housewife. My favorite subject is social. I want to become a doctor. I am from Kerala and I live in Malappuram. My favorite hobby is drawing. I love to draw because it lets me express my feelings and imagination. I respect all my teachers, family, friends and my neighbors. My favorite food is biryani. ഇതിലും കൂടുതലായിട്ട് കൂട്ടുകാർക്ക് ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർത്തിട്ട് എഴുതുക. അടുത്ത പ്രവർത്തനം നോക്കാം. ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. യാത്രക്കൊരുങ്ങാം. പീലിയുടെ സുഹൃത്തുക്കൾ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പീലിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവരുടെ പേരെന്തൊക്കെയാണെന്നല്ലേ നോക്കിയത്. ഇനി ഇവർ പോവാനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Today we are going to undertake a trip which we have been longing for a long time. At last we are leaving today. I tried really hard to get permission from home. You know that I don't go everywhere. അപ്പോൾ പീലിയുടെ കൂട്ടുകാരിയായിട്ടുള്ള നീനു എന്താണ് പറയുന്നത്? നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് കാലമായിരിക്കുന്നു പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ച് കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെന്തുകൊണ്ടായിരിക്കും നീനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നീനുവിന് കാലുകൊണ്ട് വയ്യാത്തൊരു കുട്ടിയാണ്, അവൾ വീൽ ചെയറിലല്ലേ. അപ്പോൾ അവൾക്ക് എല്ലായിടത്തും അവൾക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. റിക്കി എന്താ പറയുന്നത്? പപ്പ ആൻഡ് മമ്മി റിലക്റ്റൻ്റ്ലി ലെറ്റ് മീ ഗോ. They don't allow me to go to place for a way alone. I had to struggle hard to get consent. You are the only friends I have here. Mummy has strictly asked me not to eat anything from there. റിക്കി പറയുകയാണ്, പപ്പയും മമ്മിയും മനസ്സില്ലാ മനസ്സാടെയാണ് എന്നെ വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി ചമേലി എന്താ പറയുന്നത്? മാ ഈസ് ആൾവേസ് കാർഡ് wherever I go. Most of the people's hearts keep a distance while dealing with us. I have told Peely about this. She has assured that no one will hear village will keep distance. That's why I am coming. അതായത് ചമേലി പറയുന്നത് മാ ഈസ് ആൾവേസ് കാർഡ് wherever I go. ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് പേടിയാണ്. ഇവിടെയുള്ള മിക്ക ആളുകളും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. അതായത് ചമേലി ആസാമിൽ നിന്ന് വന്നതല്ലേ, അപ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്നതുകൊണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ ഒരു അകൽച്ചയോടെയാണ് പെരുമാറുന്നതാണ് പറയുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് ചമേലി പറയുന്നത്. അപ്പം ഇനി ഒരാളും കൂടെ ഉണ്ട്. ആരാണ്? അപ്പു. അപ്പോൾ അപ്പുവിൻ്റെ അമ്മ എന്താ പറഞ്ഞത്? അമ്മ ഡിഡ് നോട്ട് ഒബ്ജക്റ്റ് ടു. I am worried that she will be alone at home while I go. Anyway, it's just for a day. It will be all right. അതായത് അപ്പുവിൻ്റെ അമ്മ പറയുന്നത്, അമ്മയ്ക്ക് എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് കേട്ടോ അപ്പു പറയുന്നത്.
ഇനി അതിന് താഴെ ഒരു വർക്ക് ഉണ്ടല്ലോ, എന്താണ് ആ വർക്ക്? ആർ നോട്ട് യു ആൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം? ഡോണ്ട് യു ടു ഹാവ് സം കൺസേൺസ്? ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട് ഹിയർ. അതായത് നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങുകയല്ലേ, അപ്പം നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകളൊക്കെ? താഴെ നിങ്ങളുടെ ഒരു ചിത്രം വരച്ച് ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരു ബോക്സിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ വരയ്ക്കുക, അപ്പുറത്തെ ബോക്സിൽ ഇപ്പോൾ ഇവർക്കൊക്കെ ഓരോരോ ആശങ്കകൾ ഉണ്ടായില്ലേ, അതുപോലെ നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. മൈ മദർ ഈസ് അഫ്രെയ്ഡ് ഓഫ് ഗോയിങ് ടു ദ വില്ലേജ്. ഞാൻ ഗ്രാമത്തിൽ പോകുന്നത് അമ്മയ്ക്ക് പേടിയാണ്. ഇറ്റ്സ് ഓക്കെ വിത്ത് വാട്ട് യു ഹാവ്. പിന്നെ നിങ്ങളുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എഴുതിയേ ഉള്ളൂ, അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് തന്നെ എഴുതുക. ആക്ടിവിറ്റി എന്താണ്? ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കം സോ ക്ലോസ് ഇവൻ വെൻ ദേ ഹൈൽ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്? ഇമേജിൻ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദേ ബിക്കം ഫ്രണ്ട്സ്. പ്രസൻറ്റ് എ റോൾ പ്ലേ ഇൻ ദ ക്ലാസ്. അതായത് വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന് ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായതെന്നാണ്. ഇവർ സുഹൃത്തുക്കളാവാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കുക. അപ്പം നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കുക. ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻസ് ബിഫോർ എവറി ട്രിപ്പ്? യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്താറുണ്ടല്ലേ. We also get mentally prepared based on our destination, purpose and mode of transport. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറില്ലേ. Don't our thought also come along with the things in the bag which we set off the trip? നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ. ലെറ്റ്സ് സീ വാട്ട് ദേ ക്യാരി ഓൺ ദെയർ ബാഗ്സ്. അപ്പോൾ ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ചമേലിയുടെ ബാഗാണല്ലേ. ബാഗിൽ എന്തൊക്കെയുണ്ട്? കുറച്ച് ഡ്രസ്സുകളുണ്ട്, പിന്നെ ഒരു ബുക്ക് ഉണ്ട്, ബ്രഷ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു സോപ്പ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ചമേലി എന്തോ ചിന്തിക്കുന്നുണ്ടല്ലോ. എന്താണ്? വിൽ അതർ സെറ്റ് മീ അസൈഡ്? മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തുമോ? അപ്പോൾ ഈ ഒരു ചിന്ത ചമേലിയുടെ മനസ്സിലുണ്ടല്ലേ. ചമേലി മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ വന്ന് പഠിച്ച കുട്ടിയല്ലേ. അപ്പോൾ ചമേലിയുടെ മനസ്സിലുണ്ട് മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തുമോ എന്നുള്ളൊരു ചിന്ത ചമേലിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇനി മറ്റു കൂട്ടുകാരുടെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ അപ്പൂനെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൂൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട്? അപ്പൂൻ്റെ ബാഗിൽ ഒരു ഡ്രസ്സുണ്ട്, പിന്നെ ഒരു ചെറിയൊരു പമ്പരമുണ്ട് അല്ലേ. പിന്നെ അപ്പു എന്താ ചിന്തിക്കുന്നത്? വിൽ അമ്മ ബി അലോൺ? അമ്മ ഒറ്റയ്ക്കാകുമോ? അതാണ് അപ്പു ചിന്തിക്കുന്നത്. അടുത്തതാരാ? നീനു ആണല്ലേ. നീനുവിൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഡ്രസ്സുണ്ട്, പിന്നെ സോപ്പുണ്ട്, ബ്രഷ് ഉണ്ട്, പിന്നെ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്, പിന്നെ കുറച്ച് കളർ പെൻസിലും ഉണ്ട്. അപ്പോൾ നീനു എന്താ ചിന്തിക്കുന്നത്? ക്യാൻ ഐ വിസിറ്റ് ആൾ ദ സൈഡ്സ് ദർ? എല്ലായിടത്തും പോകാൻ പറ്റുമോ? എനിക്ക് അവിടെ പീലിയുടെ വീട്ടിൽ പോയാൽ അവിടെ എല്ലായിടത്തും കാണാനും പോകാനൊക്കെ പറ്റുമെന്നാണ് ആര് ചിന്തിക്കുന്നത്? നീനു ചിന്തിക്കുന്നത്. അടുത്തത് റിക്കിയാണ്. റിക്കി എന്താ ചിന്തിക്കുന്നത്? വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി? സിറ്റിയിലെ ഫെസിലിറ്റീസൊക്കെ അവിടെ ഗ്രാമത്തിൽ കിട്ടുമോ? പിന്നെ റിക്കിയുടെ ബാഗിൽ എന്തൊക്കെയുള്ളത്? റിക്കിയുടെ ബാഗിലും ഡ്രസ്സുണ്ട്, ബുക്കുണ്ട്, പിന്നെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, കുറച്ച് ടോയ്സ് ഉണ്ട്, പിന്നെ ഒരു ഡെൻ്റൽ കിറ്റ് ഉണ്ട്, ഷവർ കിറ്റ് ഉണ്ട്. ഇതൊക്കെയാണല്ലേ റിക്കിയുടെ ബാഗിലുള്ളത്. അപ്പോൾ ഇനി അടുത്ത വർക്ക് നോക്കാം. വാട്ട് വിൽ യു ടേക്ക് എലോൺ വിത്ത് യു ഫോർ ദ ട്രിപ്പ്? നിങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് യാത്രയ്ക്കായിട്ട് കരുതുക? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ് ആൻഡ് റൈറ്റ് യുവർ തോട്ട് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സെയിം. നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് സ്പേസ് കൊടുത്തിട്ടില്ലേ, അവിടെ നിങ്ങളുടെ ബാഗും നിങ്ങളൊരു ട്രിപ്പ് പോകുമ്പോൾ എന്തൊക്കെയാണ് കരുതുക എന്നുള്ളതൊക്കെ ഒന്ന് വരയ്ക്കുക. പിന്നെ നിങ്ങളെന്താവും ചിന്തിക്കുക എവിടേക്കെങ്കിലും പോകുമ്പോൾ, ആ ചിന്ത എന്താണെന്നുള്ളതെന്ന് എഴുതുക. അപ്പോൾ ലച്ചു ചിന്തിക്കുന്നത് എന്താണ്? ഐ മിസ് മോം. ലച്ചു അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് വെച്ചെങ്കിൽ ഇതുപോലെ എഴുതുക. പിന്നെ എന്തൊക്കെയാണ് ട്രിപ്പിനായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്? ചെരുപ്പുണ്ട്, പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളുണ്ട്, ഡ്രസ്സുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ കൂട്ടുകാരെന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രമൊക്കെ ഈ ഒരു ബോക്സിൽ വരച്ചിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. അടുത്ത പേജിൽ എന്താണ്? ടു പീലീസ് വില്ലേജ്. പീലിയുടെ ഗ്രാമത്തിലേക്ക്. അപ്പോൾ ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് നീനു പറഞ്ഞെന്താണ്? ഷാൾ വി സിങ് എ ട്രാവൽ സോങ് ടുഗദർ? നമ്മൾക്ക് ഒരുമിച്ചൊരു യാത്രാഗാനം, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പാട്ട് പാടില്ല, അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടിയാലോ എന്ന് പറയുക. ഇത് കേട്ട ഉടനെ വിക്കി പാട്ട് പാടുകയാണ്.
We are on our way to see the world and travel near and far. ഇനി അതിന് താഴെ കൊടുത്തിട്ടുള്ള വർക്ക് എന്താ? ഡു യു നോ ട്രാവൽ സോങ്? നിങ്ങൾക്ക് ട്രാവൽ സോങ് അറിയില്ലേ? കളക്ട് ആൻഡ് പ്രസൻറ്റ് ദം എ ഗ്രൂപ്പ് ഇൻ ക്ലാസ്. അപ്പം നിങ്ങൾ ഗ്രൂപ്പായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. റൈറ്റ് ഡൗൺ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാവൽ സോങ് ഏതാണെന്നുണ്ടെങ്കിൽ താഴെ എഴുതാനാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം പീലിയുടെ ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം അപ്പു പറയാണ്, ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്. അതാ പീലിയുടെ ഗ്രാമം പറയാണ്. അപ്പം നമ്മുടെ പീലി ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദർ ഈസ് പീലി. അതാ പീലി. അപ്പു കണ്ടു, പീലിനെ കണ്ടു. അപ്പം അപ്പു പറയാ, അതാ പീലി. പീലി അവിടെ നിൽക്കുന്നുണ്ടല്ലേ. അപ്പം പീലി ഇവരോട് ചോദിക്കുകയാണ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹെർ ഫോർ എ ലോങ് ടൈം. വൈ ആർ യു സോ ലേറ്റ്? എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു, നിങ്ങൾ എന്താ ഇത്ര വൈകിയത്? പീലി ചോദിക്കുക. റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. അപ്പോൾ പീലിക്കുള്ള നിങ്ങളുടെ മറുപടി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവിടെ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ എഴുതിയാലോ. വാട്ട് എ ബ്യൂട്ടി ടു സീ യുവർ വില്ലേജ്. എന്തൊരു ഭംഗിയാണ് നിൻ്റെ ഗ്രാമം കാണാൻ. വാട്ട് എ ബ്യൂട്ടി ടു സീ ദ ഫ്ലവേഴ്സ്, ട്രീസ് ആൻഡ് ഫീൽഡ്. എന്തൊരു ഭംഗിയാണ് ഇവിടുത്തെ പൂക്കളും മരങ്ങളും വയലുകളൊക്കെ കാണാൻ. ഡിഡ് ഇറ്റ് നോ ദാറ്റ് ഇറ്റ് വെൻറ്റ് എവേ വിത്ത് ദ ടൈം. എല്ലാം കണ്ടു നടന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ ഇതാണ് പീലിയോട് പറയുന്ന ഒരു മറുപടി. ഇതൊരു ചെറിയൊരു ഉദാഹരണമാണ്. അപ്പോൾ കൂട്ടുകാരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പീലീസ് വില്ലേജ് എന്ന ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ബാക്കി മറ്റൊരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് കൂട്ടുകാർക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സും ആക്ടിവിറ്റീസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്ത ദിവസം അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണുന്നവരെ ബൈ.